لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. باب ما يقوله عند النوم. قال الله تعالى: إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ദിക്റുകളുടെ അധ്യായത്തിൽ പ്രഭാത പ്രദോഷ സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന ദിക്ർ ദുആകളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് കേൾക്കാൻ പോകുന്ന അധ്യായം ബാബു മാ യഖൂലുഹു ഇൻദൻ നൗമി എന്നാണ്. അതായത് മാ യഖൂലുഹു പറയേണ്ടത് ഇൻദൻ നൗമി ഉറക്കത്തിൻ്റെ വേളയിൽ, ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആ ദിക്റുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഇമാം നവവി തുടക്കത്തിൽ കൊടുത്ത ആയത്ത് നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തു ആലി ഇമ്രാനിലെ 190, 191 ആയത്തുകളാണ്. ഈ ആയത്തുകൾ സുപരിചിതമാകാനുള്ള കാരണം, ആരെങ്കിലും സുബഹിക്ക് മുമ്പ് രാത്രിയിൽ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റാൽ എല്ലാവരും നിത്യവും പാരായണം ചെയ്യേണ്ടുന്ന 11 ആയത്തുകളുണ്ട് സൂറത്തു ആലി ഇമ്രാനിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ളത്. 190-ാം ആയത്ത് മുതൽക്കാണ് അതിൻ്റെ തുടക്കം. അതിൻ്റെ തുടക്കത്തിലുള്ള 2 ആയത്താണ് ഇവിടെ ഇമാം നവവി നൽകിയിട്ടുള്ളത്. ഇത് നൽകിയതിൻ്റെ ഉദ്ദേശം, അള്ളാഹുവിനെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ദിക്റുകൾ നിർവഹിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. തീർച്ചയായും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമുണ്ട്, ല ആയാത്തിൻ, ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കാൻ വകുപ്പുകളുള്ള കാര്യങ്ങളുണ്ട്. ആർക്ക്? ലി ഉലിൽ അൽബാബ്, ബുദ്ധിയും തൻ്റെ ഇടവും വിവേകവുമൊക്കെയുള്ള ആളുകൾക്ക്. അൽബാബ് എന്ന് പറയുന്നത് ലുബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. ശരിക്കും അതിൻ്റെ ഭാഷാർത്ഥം കാമ്പ്, കഴമ്പ് എന്നൊക്കെയാണ്. അപ്പം തലയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ ബുദ്ധിമാന്മാർ എന്ന അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത്. അപ്പം ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിലും, ഡെയിലി ഇങ്ങനെ രാവും പകലൊക്കെ മാറി മാറി വരുന്നുണ്ട്, സമയങ്ങൾ വ്യത്യാസമാകുന്നുണ്ട്. ചില കാലത്ത് രാത്രി കൂടുതൽ, ചില കാലത്ത് രാത്രി കുറവ്, പകൽ കൂടുതൽ, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് ആ ബുദ്ധിയുള്ള ആളുകളുടെ ഗുണം പറയാണ് അല്ലദീന. അതാണ് നമ്മുടെ അധ്യായവുമായിട്ടുള്ള ബന്ധം. അല്ലദീന യദ്കുറൂനല്ലാഹ, അവരാരാണ്? അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ, നിൽക്കുന്നവരായ നിലയിലും, വഖുഊദൻ, ഇരിക്കുന്നവരായ നിലയിലും, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുന്നവരാണ്. എന്നിട്ട് അവർക്ക് ആ ചിന്ത അവരുടെ മനസ്സിൽ ഉണർത്തുന്ന റിസൾട്ട് എന്തായിരിക്കും? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ,
മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ് അല്ലാഹ്. ഫഖ്നാ, നീ ഞങ്ങളെ കാത്തുകൊള്ളണം അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന്. അതാണിപ്പോൾ ആയത്തിൽ പറയുന്നത്. ഇവിടെ ഉറങ്ങുന്ന വേളയിലും നമുക്ക് ദിക്റുണ്ട് എന്നാണല്ലോ ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പം നിന്നും ഇരുന്നും കിടന്നുകൊണ്ടും നമുക്ക് ദിക്ർ ചെല്ലാനുണ്ട്, നിർവഹിക്കാനുണ്ട് എന്നതിന് ഉപോത്ബലകമായിക്കൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തുടക്കത്തിൽ ഈ ഒരു 2 ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹദീസുകളിലേക്ക് കടക്കാം. വഅൻ ഹുദൈഫ വഅബീ ദർർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അവാ ഇലാ ഫിറാശിഹി ഖാല ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. റവാഹുൽ ബുഖാരി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 സഹാബിമാർ സംയുക്തമായിട്ടാണ്. ഒന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയും മറ്റൊന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയും. ഇവർ രണ്ടാളും പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന, അവിടുത്തെ പതിവായിരുന്നു, ഇദാ അവാ ഇലാ ഫിറാശിഹി, തൻ്റെ വിരുപ്പിലേക്ക് അഭയം തേടിയാൽ. വിരുപ്പിലേക്ക് അഭയം തേടുക എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി ഉറങ്ങാനുള്ള കിടപ്പ് സ്ഥാനത്തേക്ക് ചെന്നാൽ എന്നർത്ഥം. അപ്പം അവ എന്ന് പറഞ്ഞാൽ അഭയം തേടി, ചെന്നു ചേർന്നു എന്നൊക്കെയാണ്. ഫിറാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർപ്പറ്റിന് പ്രയോഗിക്കും, വിരിക്കുന്ന വിരിപ്പിന് പ്രയോഗിക്കും, അതൊക്കെ ഫിറാഷാണ്. അപ്പം ഇതാ അവ ഇലാ ഫിറാഷിഹി, അവിടുത്തെ കിടപ്പറയിലേക്ക് അവിടുന്ന് തെന്നാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ധാരാളം ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. ഇത് ഏറ്റവും ലളിതവും ചെറുതുമായൊരു ദിക്റാണ്. എന്താ പറഞ്ഞിരുന്നത്? ബിസ്മിക അല്ലാഹുമ്മ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ബിസ്മിക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ അമൂതു, ഞാൻ മരണപ്പെടുന്നു, വഅഹ്യാ, ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പം എൻ്റെ ജീവിതവും മരണമൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും. വാസ്തവത്തിൽ ഉറക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഒരു അർദ്ധ മരണമാണല്ലോ. അപ്പം ആ മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണല്ലോ ഉറക്കം എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ഇനി നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതും. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കേണ്ടതും ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അവൻ്റെ നാമത്തിലുമാണ്. അപ്പം ഇതെല്ലാവർക്കും ലളിതമായി പഠിക്കാവുന്നൊരു ചെറിയ ദിക്റാണ്. അധികമൊന്നും വാചകങ്ങൾ ഇതിലില്ല. ബിസ്മിക അല്ലാഹുമ്മ എന്ന് ആദ്യം പഠിക്കുക, പിന്നെ അമൂതു എന്ന് പഠിക്കുക, പിന്നെ അഹ്യാ എന്നും പഠിക്കുക. അള്ളാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. അഥവാ ജീവിത മരണ യാഥാർത്ഥ്യങ്ങളിലെല്ലാം എന്തിലും റഹ്മാനായ റബ്ബിൻ്റെ ഹൗലും ഖുവ്വത്തും അവൻ്റെ ശക്തിയും കഴിവും കൊണ്ടല്ലാതെ ഇവിടെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. ഇത് നമ്മെക്കൊണ്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ വേളയിലും പറയിപ്പിക്കണം. അതാണ് ഈ ദിക്റിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നൊരു സംഭവമാണ്. വഅൻ അലി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലഹു വലിഫാത്തിമത റളിയല്ലാഹു അൻഹുമാ ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ ഔ ഇദാ അഖദതുമാ മദാജിഅകുമാ ഫകബ്ബിറാ 33 വസബ്ബിഹാ 33 വഹ്മദാ 33 വഫീ റിവായ التسبيح 34 وفي رواية التكبير 34 متفق عليه. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഖാല ലഹു, അലിയോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു. അലിയാരോട് മാത്രമല്ല, വലി ഫാത്തിമത റളിയല്ലാഹു അൻഹുമാ,
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. രണ്ടാളോടും കൂടിയാണ് പറഞ്ഞത്. രണ്ടാളോടും കൂടിയാണ് ഇത് അള്ളാഹിൻ്റെ റസൂല് പോയിട്ട് ഇനി പറയാൻ പോകുന്ന വിഷയം പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുമ്പത്തെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. എന്താണിപ്പോൾ മകളോടും മകളുടെ ഭർത്താവായ മരുമകനായ അലിയോടും കൂടെ അത് പറയാൻ എന്താ നിമിത്തമുണ്ടായത്? അതാണ് നമ്മൾ അറിയേണ്ടത്, ആ ചരിത്രം. അതായത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയാരുടെ വീട്ടിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കെ വീടിൻ്റെ ജോലികളും ഭാരങ്ങളും, മാവ് അരക്കണം, മാവ് പൊടിക്കണം, അതിന് ഈ കല്ലുകൊണ്ടുള്ള ആസുകല്ല് തിരിച്ച് അങ്ങനെ ധാന്യപ്പൊടിയൊക്കെ പൊടിച്ചുണ്ടാക്കിയിട്ട് വേണം, റൊട്ടി ചുടാനും, അങ്ങനെ വീട്ടിലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ തുണക്ക് ഒരു സഹായിയൊന്നുമില്ല, ഫാത്തിമ ബീവി മാത്രമേ ഉള്ളൂ. അവരാണ് ഈ വീടിൻ്റെ കാര്യവും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കേണ്ടത്. അങ്ങനെ വീട്ടുവേല ചെയ്ത് കയ്യിലൊക്കെ തഴമ്പ് പൊട്ടി വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഒരവസ്ഥ അവർക്കുണ്ടായി. അപ്പോൾ അവർ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറ്റേതോ രാജ്യത്ത് നിന്നൊക്കെ ഗനീമത്തായിക്കൊണ്ട് ചില അടിമകളെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവരിൽ നിന്ന് ഒരടിമയെ നമ്മുടെ വീട്ടിലേക്കും ജോലിക്കാരനായി കിട്ടുകയാണെങ്കിൽ കുറേയൊക്കെ ജോലിഭാരം കുറയുമല്ലോ എന്നാര് കണക്ക് കൂട്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കണക്കൂട്ടി. അലിയാർ പുറത്തു പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ഉപജീവനം ചെയ്തിട്ടാണ് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ട വക കൊണ്ടുവരുന്നത്. വീട്ടിലെത്തിയാൽ ഇതൊക്കെ പൊടിച്ച് ഭക്ഷണം പാകം ചെയ്ത് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു വേലക്കാരനെ കിട്ടിയെങ്കിൽ എന്ന് അവരുടെ മനസ്സിലൊരാഗ്രഹം ഇങ്ങനെ ഉണ്ടായി. അപ്പം അവരത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് പറയാം, ഉപ്പാനോട് പോയിട്ട് പറയാ എന്നുള്ള നിലക്ക് മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നബി അവിടെ ഇല്ല, അള്ളാഹിൻ്റെ റസൂൽ അവിടെ ഇല്ല, അവിടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണുള്ളത്. ചുരുക്കി പറയട്ടെ, ഇങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ല. നബി വന്നപ്പോൾ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഇങ്ങനെ മോള് വന്നിരുന്നു, ഇങ്ങനെയൊക്കെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്യാണ്? മകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ മകളുടെ വീട്ടിലേക്ക് പോയപ്പോൾ മകളും മരുമകനായ അലി റളിയല്ലാഹു അൻഹു ഒക്കെ കിടന്നിട്ടുണ്ട്. അപ്പം അവർ കിടക്കുകയാണ്. ആ കിടക്കുന്നിടത്തേക്കാണ് അള്ളാഹിൻ്റെ റസൂലാണ് കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് അനുവാദമായി വാതിൽ മുട്ടിയാണ്ട് കയറി ചെന്ന് മകളും മരുമകനും കൂടി കിടക്കുന്നതിൻ്റെ ഇടക്ക് പോയിട്ട് അവിടെ ഇരുന്നു എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണുന്നത്. അങ്ങനെ അവിടെ സ്നേഹത്തോടെ പോയി ഇരുന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെ നീ ആവശ്യപ്പെട്ടു എന്നുള്ളതും നീ ഇങ്ങനെയൊക്കെ വന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളതൊക്കെ ഉപ്പ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞ് മകൻ്റെയും മരുമകൻ്റെയും ഇടക്കവിടെ ഇരുന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ അവരോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുകുമാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയിച്ചു തരട്ടെയോ, അലാ മാ ഹുവ ഖൈറും മിനൽ ഖാദിമി, നിങ്ങൾക്കൊരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാളും ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് രണ്ടാളോടും പറഞ്ഞു തരട്ടെയോ. നമുക്കിപ്പോൾ വീട്ടിൽ വേലയൊക്കെ എടുത്ത് പ്രയാസവും ക്ഷീണവും വിഷമമൊക്കെ ആണല്ലോ, അപ്പം അതൊക്കെയാണ് പോകും. നിങ്ങൾക്ക് അതിന് പകരം അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. പ്രയാസം സഹിച്ച് വീട്ടിൽ ജോലി എടുത്താലും അള്ളാഹിൻ്റെ അടുക്കൽ അത്യുന്നതമായത് കിട്ടാൻ പോകുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജോലിക്ക് ആവശ്യമായ ഒരു മനക്കരുത്തും ശാരീരികമായ കരുത്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിലൂടെ. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് അവരോട് സംസാരിച്ചതാണ് ഈ ഹദീസിൽ കേൾക്കുന്നത്. എന്താ പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ അവൈതുമാ, നിങ്ങൾ രണ്ടാളും അഭയം തേടിയാൽ, നിങ്ങൾ രണ്ടാളും എത്തിച്ചേർന്നാൽ, ഇലാ ഫിറാശിക്കുമാ, നിങ്ങൾക്ക് കിടക്കാനുള്ള വിരിപ്പിലേക്ക് എത്തിയാൽ, ഔ അതല്ലെങ്കിൽ ഇദാ അഖദ്തുമാ, നിങ്ങൾ രണ്ടാളും ആരംഭിച്ചാൽ, മദാജിഅകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും കിടപ്പ് സ്ഥാനത്തേക്ക് നിങ്ങൾ രണ്ടാളും എത്തിയാൽ. രണ്ടും ഒരേ അർത്ഥമാണ്. നിങ്ങൾ രണ്ടാളും ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൻ്റെ റസൂൽ രണ്ടാളോടും പറഞ്ഞു കൊടുക്കുകയാണ്, ഫകബ്ബിറാ സലാസം വസലാസീൻ,
നിങ്ങൾ രണ്ടാളും അല്ലാഹു അക്ബർ എന്ന 33 തവണ പറയണം. അള്ളാഹിനെ നിങ്ങൾ വാഴ്ത്തണം, മഹത്വപ്പെടുത്തണം. 33 തവണ അല്ലാഹു അക്ബർ എന്ന് പറയാം. വസബ്ബിഹാ സലാസൻ വസലാസീൻ, വസബ്ബിഹാ നിങ്ങൾ രണ്ടാളും തസ്ബീഹ് ചൊല്ലുവീൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുവീൻ, സലാസൻ വസലാസീന 33 തവണ. വഹ്മദാ നിങ്ങളിരുവരും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ല പറയുവീൻ, സലാസൻ വസലാസീന 33 തവണ. ചില റിപ്പോർട്ടിൽ അത്തസ്ബീഹു അർബഅൻ വസലാസീന, സുബ്ഹാനല്ലാഹ് നിങ്ങൾ 34 പറഞ്ഞോളൂ എന്ന് ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടിൽ അത്തക്ബീറു അർബഅൻ വസലാസീന, അല്ലാഹു അക്ബർ എന്ന 34 പറഞ്ഞോളൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രബലമായ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള രീതി സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ 100 എണ്ണം തികച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ദിക്റുകൾ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ അതാണ് നിങ്ങൾക്ക് ഒരു വേലക്കാരനെ ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉത്തമമായ കാര്യം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുമകനും മകൾക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ദിക്റുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടതിൻ്റെ ശേഷം അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. ഈ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ്, ഈ അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ ഉണ്ടല്ലോ, ഇത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാനിത് ഒരിക്കലും പിന്നെ ഈ കേട്ടതിൻ്റെ ശേഷം, നിബിതങ്ങൾ അത് വന്ന് പഠിപ്പിച്ച് കേട്ടതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ അത് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ടെൻഷനും തിരക്കുമൊക്കെ ഉണ്ടായ ഒരു രാത്രിയാണല്ലോ സിഫീൻ യുദ്ധം നടന്ന തലേ ദിവസത്തെ രാത്രി, അന്ന് നിങ്ങളത് ചൊല്ലിയിട്ടുണ്ടോ? അപ്പൊ മഹാനായ അലി റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി എന്താണ്? അന്നത്തെ രാത്രിയിൽ പോലും ഞാനത് ചൊല്ലിയിട്ടുണ്ട്, ഞാനത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉപദേശം കേട്ടതിന് ശേഷം അവരത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയായിരുന്നു. പഠിച്ച ദിക്റുകൾ അവരുടെ ജീവിതത്തിൽ അവർ കൃത്യമായി പാലിച്ചിരുന്നു. അവർ ഉപേക്ഷ വരുത്താറുണ്ടായിരുന്നില്ല. കേവലം പഠനം മാത്രമല്ല, അത് അവർ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നു എന്നുള്ള പാഠം നമ്മളും ഉൾക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ? ചില ദിക്റുകൾ നമുക്ക് ശാരീരികമായി തന്നെ പവർ നൽകുന്ന, ഖുവ്വത്ത് നൽകുന്ന, ആരോഗ്യം നൽകുന്ന ദിക്റുകളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാളും ഖൈറ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വേലക്കാരന് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഒരു മാനസികമായ കരുത്തും ശാരീരികമായ ഒരു ആഫിയത്തൊക്കെ കിട്ടിയാൽ പോരെ? അപ്പോ അത് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, ഒരു വേലക്കാരൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് ഈ മഹത്വം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ, നിങ്ങൾ തന്നെ അത് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മഹത്വവും ഈ ദിക്ർ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന മഹത്വവും എല്ലാം കൂടി നോക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള ഫദലും ശ്രേഷ്ഠതയുമാണ് ഈ ദിക്റുകൾ കൊണ്ട് ലഭിക്കാനിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഇതൊന്നും നമ്മൾ മറക്കരുത്. സുബ്ഹാനല്ലാഹ് ഒരു പണിയില്ല, അൽഹംദുലില്ലാഹ് പറയാൻ ഒരു പ്രയാസമില്ല. അല്ലാഹു അക്ബർ ആദ്യത്തേത് 33, പിന്നെ മൂന്നാമത്തേത് 34 തവണയും പറയാം. ഇനി അത് 33 സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 34 ആക്കാം, അൽഹംദുലില്ലാഹ് എന്നുള്ളത് വേണമെങ്കിൽ 34 ആക്കാം. എന്തായാലും ഇങ്ങനെ ഒരു 100 എണ്ണം തികച്ചുകൊണ്ട് പറയൽ ഏറെ പുണ്യമുള്ള ഒരു ദിക്റാണ്. അത് നമുക്ക് വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാവരും അത് പതിവാക്കുക. വീട്ടുവേല ചെയ്ത് ക്ഷീണിച്ചു എന്ന് തോന്നുന്ന എത്രയോ സഹോദരിമാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഒരു സെർവൻറ്റിന് വെക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ വീട്ടിൽ ഒരുപാട് വേല ഉണ്ടാവും. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് വളരെ ക്ഷീണിച്ച് അവശരായിട്ടാവും പലപ്പോഴും ഉറങ്ങാൻ പോകുന്നത്. ഇതിനൊക്കെ അവർക്ക് വലിയ പ്രതിഫലവും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതൊക്കെ ചെയ്യാനുള്ളൊരു മാനസികമായ കരുത്തും ആഫിയത്തും ഒക്കെ ഇതിലൂടെ ലഭ്യമാവുകയാണ്. സർവോപരി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലവും ഇതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുകയാണ്.
അതുകൊണ്ട് രാവേറെ തൊഴിൽ ചെയ്യുന്ന പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അതൊക്കെ ഒരു ഫ്രഷ്നെസ് നൽകുന്ന, നമുക്കൊരു എനർജി പ്രദാനം ചെയ്യുന്ന ദിക്റുകളാണ് ഇതൊക്കെ എന്നുകൂടി നമ്മൾ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് മകൾക്കും മരുമകനുക്കും പഠിപ്പിച്ചു കൊടുത്ത ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഒന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അത് നമ്മളും മനസ്സിലാക്കി വച്ചാൽ മാത്രം പോരാ, നമ്മുടെയും ജീവിതത്തിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ ദിക്റുകൾ നിർവഹിക്കുവാൻ നമ്മളും സന്നദ്ധരാവുക. ഇനി അടുത്തൊരു ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ അഹദുകും ഇലാ ഫിറാശിഹി ഫൽയൻഫുൽ ഫിറാശഹു ബിദാഖിലതി ഇസാരിഹി فإنه لا يدري ما خلفه عليه ثم يقول باسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. ഇതൊക്കെ നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഇതൊക്കെ കുറേ കെട്ടിക്കുടുക്കുള്ള വാചകങ്ങളാണ്, പറയാനും പഠിക്കാനും ഓർക്കാനും വല്ല പ്രയാസമാണ് എന്നൊക്കെ ഇബ്ലീസ് മനസ്സിൽ തോന്നിപ്പിക്കും. അതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് നമ്മൾ കാണാതെ പഠിച്ചു ചൊല്ലണം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഇദാ വാഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെന്നു ചേർന്നാൽ, ഇലാ ഫിറാശിഹി, തൻ്റെ കിടക്കറയിലേക്ക്, തൻ്റെ വിരിപ്പിലേക്ക്, തൻ്റെ ബെഡിലേക്ക് കടന്നു ചെന്നാൽ അവൻ എന്ത് ചെയ്യട്ടെ? ഒരു മര്യാദ പറയാണ്. ഫൽയൻഫുൽ, അവൻ കുടയട്ടെ, തട്ടിക്കൊടയ. നഫള എന്ന് പറഞ്ഞാൽ തട്ടിക്കൊടയ. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എടുത്തിട്ടൊന്നും അങ്ങനെ കൊടയുന്നത്. ഫിറാശഹു, അവൻ്റെ ആ വിരിപ്പ്, ബെഡിൽ വിരിച്ചിട്ടുള്ള ആ വിരിപ്പുണ്ടല്ലോ, ആ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എന്താണോ അവിടെയുള്ളത്, അതൊന്ന് തട്ടിക്കൊടയ, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് അതൊന്ന് തട്ടിക്കൊടയ. അഥവാ ഒരു വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യട്ടെ? അവൻ അവിടെയൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കട്ടെ, കിടക്കാൻ പോവല്ലേ. ഫൈന്നഹു, തീർച്ചയായും കാര്യം, ലാ യദ്രി, അവൻ അറിഞ്ഞുകൂടല്ലോ, മാ ഖലഫഹു അലൈഹി, എന്താണ് അവൻ അവിടെ ബാക്കി വെച്ചു പോയത്. എന്താ പറയുന്നത്? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പൊക്കെ ചുരുട്ടി വെച്ചിട്ടാവും അധികം പോവുക. ഇന്നൊക്കെ ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ ആയപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ വിരിക്കപ്പെട്ട് നല്ല വൃത്തിയിൽ ബെഡുകളൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അത് പിന്നെ വീണ്ടും എടുത്ത് തൊട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ എന്നാൽ അതേ അവസരത്തിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ മറ്റൊരു ഡ്രസ്സ് കൊണ്ട് ഒക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഒന്ന് വൃത്തിയാക്കി, പലതും അതിലുണ്ടാകും. നമ്മൾ കാണുന്നതും കാണാത്തതൊക്കെ ഉണ്ടാവും. പൊടിയുണ്ടാകും, അഴുക്കുകളുണ്ടാകും, അതേപോലെയുള്ള പല വസ്തുക്കളും ഉണ്ടാവാം. തലയണക്കടിയിൽ ചിലപ്പോൾ വല്ല ഏഴജന്തുക്കളുണ്ടാകാം, പ്രാണികളുണ്ടാവാം, ഉറുമ്പുണ്ടാകാം, മൂട്ട പോലെയുള്ള വസ്തുക്കളുണ്ടാകാം, പലതും ഉണ്ടാകാം. എന്താ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ കിടക്കുന്നതിൻ്റെ മുമ്പ് കിടക്കുന്ന വിരിപ്പൊന്ന് തട്ടിക്കൊടയലൊരു സുന്നത്ത് കൂടിയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഭൗതികമായി നമുക്ക് നേട്ടമുണ്ട്, ഉഖറവിയായി നേട്ടമുണ്ട്. നമുക്ക് ഈ ഒരു സുന്നത്ത് പാലിക്കുന്നതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടല്ലേ. അപ്പൊ വിരിച്ചിട്ട ബെഡാണെങ്കിൽ തന്നെയും അതൊക്കെ ഒന്ന് കൊടയ, അതൊക്കെ ഒന്ന് മറ്റു വസ്ത്രം കൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പിന്നെ അടുക്കും ചിട്ടയിലും ഇവിടെയുള്ള മാലിന്യങ്ങളും പൊടിയും അഴുക്കും ഇനി അതിൽ മറ്റു വല്ല വസ്തുക്കളും ഒക്കെ അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയാൻ പറ്റൂല. ഏതൊക്കെ കാരണങ്ങളാൽ എന്തൊക്കെ കാര്യങ്ങളാൽ അത് മലീമസമാകും, വൃത്തികേടാകും എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാ തുടക്കത്തിൽ പറയുന്നത്. എന്നിട്ട് നമുക്ക് പറയാനുള്ള കുറേ ദിക്റുകളുണ്ട്. അതിൽ ഒന്നാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയട്ടെ. എന്താ പറയേണ്ടത്? ബിസ്മിക റബ്ബി, ബിസ്മിക നിന്റെ നാമത്തിൽ, റബ്ബി എൻ്റെ റബ്ബേ നിന്റെ നാമത്തിൽ, എൻ്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ, ബിസ്മിക റബ്ബി എൻ്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ, വദഅതു ജൻബി എൻ്റെ പാർശ്വഭാഗമിതാ ഞാൻ വെച്ചിരിക്കുന്നു. കണ്ടോ, വദഅ എന്ന് പറഞ്ഞാൽ വെച്ചു, ജൻബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗം. നമ്മളൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടല്ലേ കിടക്കുക, നമ്മളെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മൾ ബെഡിൽ വെക്കുന്നത്. അപ്പോൾ ബിസ്മിക റബ്ബി എൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, വദഅതു ജൻബി എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമിതാ ഞാൻ വിരിപ്പിൽ വെച്ചിരിക്കുന്നു.
ഇനി വബിക, നിന്റെ നാമം കൊണ്ട് തന്നെയാണ് അർഫഉഹു, ഞാൻ അതിനെ ബെഡിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുക. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞിട്ടല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മുടെ ബോഡിയെ നമ്മുടെ വിരിപ്പിൽ നിന്ന് ഉയർത്തുന്നതും അള്ളാഹുവാണ്. അള്ളയാണ് നമുക്കതിനുള്ള തൗഫീക്ക് തരുന്നത് എന്നർത്ഥം. അപ്പോൾ വബിക അർഫഉഹു, ആദ്യം അത് പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ്? ഇൻ അംസക്ത നഫ്സി, എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ. ഉറങ്ങാൻ പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആയത്തിൽ കാണാം, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗതു വയുർസിലൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു ആത്മാക്കളെ പിടിച്ചെടുക്കുന്നുണ്ട്, അവൻ ഏറ്റെടുക്കുന്നുണ്ട്. ഹീന മൗതിഹാ, മരിക്കുന്ന വേളയിൽ, മരണവേളയിൽ അള്ളാഹ് ആത്മാക്കളെ പിടിക്കുന്നുണ്ട്. ഇനി മരിക്കാത്തൊരവസരത്തിലും അള്ളാഹ് ആത്മാവിനെ പിടിക്കുന്നുണ്ട്. അതെപ്പോഴാ? വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, ഉറക്കത്തിൻ്റെ വേളയിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവിനെ അല്ലാഹു തആല അങ്ങോട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവാണെങ്കിൽ അതിനങ്ങോട്ട് തിരിച്ചു തരും, അല്ലാത്തതാണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കും. അവിടെ തന്നെ പിടിച്ചു വെക്കുക, നമ്മൾ മരിച്ചു. തിരിച്ചു തന്നാൽ നമ്മൾ ഉണർന്നു. ഇതാണ് ഇപ്പം നടക്കുന്നത് ഓരോ സമയത്തും. ഇതാ നമ്മൾ ഓർക്കുന്നത്, നമ്മളെ കൊണ്ട് ഈ ദുആയിൽ പറയിപ്പിക്കുന്നത്. എന്താ അള്ളാഹിനോട് പറയണത്? ഇന്നംസക്ത നഫ്സി, ഈ ഉറക്കത്തിലെങ്ങാനും എൻ്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ, നീ അതിനോട് കരുണ കാണിക്കണേ. എൻ്റെ ആത്മാവിനോട് നീ കരുണ കാണിക്കണേ. ഇനി അതല്ല, വ ഇന്നർസൽതഹാ, നീ അതിനെ അഴിച്ചു വിടുകയാണെങ്കിൽ, നീ അതിനെ അഴിച്ചിടുകയാണെങ്കിൽ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു വിട്ടു, വിട്ടയച്ചു. ഇന്നർസൽതഹാ, നീ അതിനെ വിട്ടയക്കുകയാണെങ്കിലോ ഫഹ്ഫദ്ഹാ, അപ്പോൾ നീ അതിനെ കാത്തുകൊള്ളണേ. എനിക്ക് നീ പ്രഭാതത്തിൽ ഉണരാനുള്ള തൗഫീക്ക് തന്നുകൊണ്ട് നീ എനിക്ക് ജീവിക്കാൻ അവസരം തരുമ്പോ ഫഹ്ഫദ്ഹാ, നീ അതിനെ കാത്തുകൊള്ളണേ. നിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം, നിന്റെ കാവലുണ്ടാകണം, നീ അതിന് സംരക്ഷണം നൽകണം. എന്തുകൊണ്ട്? ബിമാ തഹ്ഫളു ബിഹി, നീ ഏതൊന്നുകൊണ്ടാണോ കാവൽ നൽകുന്നത്, നീ ഏതൊന്നുകൊണ്ടാണോ സംരക്ഷണം നൽകുന്നത്, ആർക്ക്? ഇബാദക സ്സാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് നീ ഏതെല്ലാം കാര്യങ്ങൾ മുഖേനയാണ് കാവൽ കൊടുക്കുന്നതെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ആത്മാവിനും നീ കാവൽ നൽകണേ, പ്രൊട്ടക്ഷൻ നൽകണേ. ഇതാണ് ദുആയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉറക്കത്തിൻ്റെ വേളയിൽ നമ്മളൊരു മരണത്തിലേക്കാണ് പോണത്. ആ ആത്മാവിനെ ഉറക്കത്തിൻ്റെ വേളയിൽ അള്ളാഹു പിടിച്ചു വെക്കുന്ന ആത്മാവുണ്ടല്ലോ, അത് റബ്ബ് തിരിച്ചു തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അവിടെ തന്നെ പിടിച്ചു വെക്കും. അപ്പോൾ മരിച്ചു. അങ്ങനെ മരിക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണം. മരിക്കുകയാണെങ്കിൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ, റബ്ബേ പിന്നെ അതിന് ഖബർ ശിക്ഷ ഉണ്ടാവരുതേ, നരകശിക്ഷ ഉണ്ടാവരുതേ, നിന്റെ കാവലുണ്ടാകണം എന്നാണ്. ഇനി അതല്ല, നീ അതിനെ അഴിച്ചു വിടുകയാണെങ്കിലോ വിട്ടയക്കുകയാണെങ്കിലോ, അതാണ് മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവിനെ എന്തു ചെയ്യും? അല്ലാഹു തആല അയച്ചുവിടും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത്, മരണം വിധിച്ചിട്ടുള്ള ആത്മാവിനെ അവൻ അവിടെ പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ, മറ്റേ ആത്മാവിനെ അവൻ വിട്ടയക്കും ഒരവധി വരെ. ഒരവധിയാകുമ്പോൾ അവൻ മരിക്കും. അപ്പം അതാണ് ഇവിടെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ ആത്മാവിനെ ഈ ഉറക്കിൽ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണം. ഇനി അതല്ല, വഇന്നർസൽതഹാ, നീ അതിനെ വിട്ടയക്കുകയാണെങ്കിലോ ഫഹ്ഫദ്ഹാ, നിന്റെ ഹിഫ്ള് നൽകണം. എന്താ അള്ളാഹിൻ്റെ ഹിഫ്ള് കൊടുക്കുക? എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ കാവലുണ്ടാകുക. റഹ്മാനായ റബ്ബിൻ്റെ കാവൽ അതിന് കൊടുക്കണം. ഏത് വിധത്തിലുള്ള കാവൽ തരണം? ബിമാ തഹ്ഫദു, നീ കാവൽ കൊടുക്കുന്നത് പോലെ, നീ കാവൽ കൊടുക്കുന്നത് പ്രകാരം,
ബിഹി ഏതൊന്നുകൊണ്ട് നീ കാവൽ നൽകുന്നുവോ ആർക്ക്? ഇബാദക്കസ്സാലിഹീൻ സാലിഹീങ്ങളായ നിന്റെ അടിമകൾക്ക്, മറ്റുള്ള ആളുകൾക്കല്ല. സാലിഹീങ്ങളായ നിന്റെ അടിമകൾക്ക് നീ ഏതെല്ലാം വിധത്തിൽ കാവൽ കൊടുക്കാറുണ്ടോ അതേപോലെ നീ എനിക്ക് ജീവിതത്തിൽ കാവൽ തരണം. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ശാരീരിക പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഹിഫ്ളുകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലും സമ്പത്തിലും മക്കളിലും ജീവിതത്തിലും ഒക്കെ ഉണ്ടാവണം, അതൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത്. ഇതും നമ്മൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ ദിക്റും ഈ ദുആയും ഇതിലിപ്പോൾ നമ്മൾ അള്ളാഹിനോട് തേടുകയാണ്. അപ്പോൾ അയാൾ നമ്മളെ ജീവിതം ഓർക്കുന്നുണ്ട്, മരണം ഓർക്കുന്നുണ്ട്, ഒക്കെ നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിച്ചിട്ടാണ് നമ്മൾ ഉറക്കുന്നത്. നമ്മളെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ പറയുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ കൃത്യമായി നമുക്ക് എന്തുണ്ട്, എല്ലാം അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ ബിസ്മിക റബ്ബി വളഅ്തു ജംബി. അതെ, എനിക്കങ്ങനെ കഴിഞ്ഞോണ്ടല്ലേ ഞാനങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കഴിയാതാകും മറ്റുള്ളവരാ കിടത്തേണ്ടി വരുന്നത്. നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അബികാർ ഫഅഹു, എഴുന്നേൽക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖാണ്. കിടക്കാൻ പറ്റുക, കിടന്നോടത്ത് നിന്ന് വരെ പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ പറ്റുക, ഇതൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖല്ലേ. എല്ലാം അള്ളാഹ് നീയാ തരുന്നത്. ഇതിനൊക്കെ ശുക്ർ ചെയ്യണം നമ്മൾ. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും റബ്ബിൻ്റെ റഹ്മത്ത് വേണം, അള്ളാഹിൻ്റെ ഹിഫ്ള് വേണം, അവൻ്റെ പ്രൊട്ടക്ഷൻ വേണം, കാവല് വേണം. ഇതൊക്കെ നമ്മളെ കൊണ്ട് ഡെയിലി പറയിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് കാവൽ തേടാനാകും? എങ്ങനെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് സംരക്ഷണം പ്രാർത്ഥിച്ച് അവരോട് സങ്കടം പറയാൻ പറ്റും? അപ്പം അതാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഏത് ദിക്റുകൾ നോക്കൂ നിങ്ങൾ, അള്ളാഹിനോടല്ലേ, ഒക്കെ അള്ളാഹിനോടാ പറയണത്. അപ്പം ഈ കേട്ടോടത്തോളല്ലേ എന്തെല്ലാം ദിക്റ്, ഇനി ഏതെല്ലാം പ്രാർത്ഥനകൾ വരാൻ കിടക്കുന്നു. നമുക്ക് ഒരെണ്ണത്തിൽ പോലും റഹ്മാനായ റബ്ബിനോടല്ലാത്തൊരു തേട്ടമില്ല. മുസ്ലിയാക്കന്മാരുടെ ഭാഷയനുസരിച്ച്, അവരുടെ വാദമനുസരിച്ച് ഇതൊന്നും ചെയ്യാൻ പാടുണ്ടാവില്ല. കാരണം ഇതൊക്കെ അള്ളാഹിനോട് നേരിട്ടുള്ള ചോദ്യമാണ്. അള്ളാഹിനോട് നേരിട്ട് ചോദിക്കൽ ആരുടെ പരിപാടിയാണ് നാം മുസ്ലിയാക്കന്മാർ പറയുന്നത്? അത് മുനാഫിക്കിന്റെ പരിപാടിയാണ്. അപ്പം ഈ അള്ളാഹിൻ്റെ റസൂൽ ഈ പഠിപ്പിച്ചിരുന്ന ഇതൊക്കെ ചെയ്താൽ നമ്മൾ മുനാഫിക്കാകുക ചെയ്യുക, അതോ ഒറിജിനൽ മൂമിനാവുക? ചിന്തിക്കണം, ആലോചിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകണ്ട. നമുക്ക് രക്ഷ തേടാനും നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് അഭയം തേടാനും നമുക്ക് സഹായം തേടാനും നമുക്ക് കാവൽ നൽകാനും ആത്യന്തികമായി ഒരൊറ്റ ശക്തിയേയുള്ളൂ. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഉറക്കിലും ഉണർച്ചയിലും, ഉറങ്ങാൻ നേരത്തും ഉണരുന്ന നേരത്തും എല്ലാ അവസരത്തിലും നമ്മുടെ പ്രാർത്ഥനകൾ അഖിലം അവനോടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പാലിക്കേണ്ടുന്ന ഈ മര്യാദകളും ഈ ദിക്റുകളുമൊക്കെ നമ്മൾ പാലിക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് ഇനിയും ആ വിഷയത്തിലുള്ള ദിക്റുകളും ദുആകളും ഒക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. റഹ്മാനായ റബ്ബ് നാഫിയായ ഇൽമ് നേടുവാനും അറിഞ്ഞ അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.